ഇതിൽ ഏകപക്ഷീയമായി നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന തൃശ്ശൂർ MP-യുടെ മാത്രം പ്രസ്താവന പരിശോധിച്ചാൽ പോരാ. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കേന്ദ്രമന്ത്രി കൂടെ നമ്മുടെ നാട്ടിൽ നിന്നുണ്ടല്ലോ, ക്യാബിനറ്റ് റാങ്കോട് കൂടെ മറ്റൊരു കേന്ദ്രമന്ത്രിസഭാംഗം BJP-യുടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ പ്രതികരണം ഇത്രത്തോളം തന്നെ ഭീകരമായിരുന്നില്ലേ? ഇത് നമ്മുടെ സമൂഹത്തിൽ സാമൂഹ്യ പിന്നോക്കാവസ്ഥ നേരിടുന്ന കോടാനുകോടി വരുന്ന മനുഷ്യരെ കൂടുതൽ ദുരിതപൂർണ്ണമാക്കുന്ന ഒരു പ്രസ്താവനയ്ക്ക്, അത്രയും മനുഷ്യത്വ വിരുദ്ധമായ ഒരു പ്രസ്താവനയ്ക്ക് തൃശ്ശൂർ പാർലമെന്റ് മെമ്പർ നേതൃത്വമായപ്പോൾ കേരളം ഉൾക്കൊള്ളുന്ന ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തെ അതേപോലെ പിന്നോക്കാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രതികരണമല്ലേ യഥാർത്ഥത്തിൽ മറ്റൊരു കേന്ദ്രമന്ത്രിയായ ശ്രീ ജോർജ് കുര്യൻ നടത്തിയിട്ടുണ്ടായിരുന്നത്? അദ്ദേഹം പറഞ്ഞു, കേരളത്തിന് നമ്മുടെ അവകാശങ്ങൾ എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, കേരളം പിന്നിലാവട്ടെ അപ്പോൾ നൽകാം. അപ്പൊ കേരളം മുന്നിലായതാണ് കേരളത്തിന്റെ കുറ്റമെന്ന് BJP നേതാക്കന്മാർ, മലയാളിയായിട്ടുള്ള BJP നേതാക്കന്മാർ പോലും പരസ്യ പ്രതികരണം നടത്തുന്നു എന്നുള്ളതാണ്. കേരളം സാർവത്രിക വിദ്യാഭ്യാസത്തിൽ 1-ാം സ്ഥാനത്തെത്തിയതാണോ കേരളത്തിന്റെ കുറ്റം? ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് ഇന്ത്യയിൽ 1-ാമതുള്ളതാണോ കേരളത്തിന്റെ കുറ്റം? ഏറ്റവും മികച്ച ക്രമസമാധാന ഭാരതം ഇന്ത്യയിൽ 1-ാമത് കേരളത്തിലുള്ളതാണോ നമ്മുടെ കുറ്റം? ഏറ്റവും മികച്ച സുസ്ഥിര വികസന സൂചക പ്രഥമ സ്ഥാനം കേരളം അലങ്കരിക്കുന്നതാണോ നമ്മുടെ കുറ്റം? ഏറ്റവും ഉയർന്ന സ്ത്രീകളുടെയും അതോടൊപ്പം പെൺകുട്ടികളുടെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പങ്കാളിത്തമാണോ നമ്മുടെ കുറ്റം? ഏറ്റവും വ്യാവസായിക സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ഇന്ത്യയിൽ 1-ാമത് വന്നതാണോ നമ്മുടെ കുറ്റം? ഈ 1-ാം സ്ഥാനമൊക്കെ നേടി ഇന്ത്യക്ക് മുമ്പിൽ മാതൃകയായി നിൽക്കുന്ന നമ്മുടെ നാട് നശിച്ച് പിന്നോക്കാവസ്ഥയിലേക്ക് പോകണം. അതാണ് ഈ സംഘം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ അവകാശം എവിടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് പിന്നിലാവട്ടെ, കേരളം ഒന്ന് തകർന്നടിയട്ടെ, അപ്പോൾ ഞങ്ങൾ ആലോചിക്കാം എന്ന അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായ സമീപനത്തിലേക്ക് വരുന്നത്. ഒരു വാചകം കൂടെ ചേർത്ത് വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇദ്ദേഹം പറയുന്നു, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യന്മാരുടെ സ്ഥിതി എന്താണ്? BJP-യെ ന്യായീകരിക്കാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന BJP-യുടെ ഔദ്യോഗിക ലേബലില്ലാത്ത മാന്യൻ അദ്ദേഹം പറയുന്നു, ഈ നാട്ടിൽ ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം 60% മേൽ പിന്നോക്കാവസ്ഥയിലുള്ള ജനങ്ങളാണ് പോലും. അത് തന്നെയാണ് നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നം. ആ പിന്നോക്കാവസ്ഥ അഭിമുഖീകരിക്കുന്ന ജനവിഭാഗം എത്ര ആനുപാതികമായ പങ്കാളിത്തം അവർക്ക് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ വിവിധ കേന്ദ്രങ്ങളുണ്ട്, നമ്മുടെ സർവകലാശാലകളിൽ എത്ര പിന്നോക്ക അവസ്ഥയിൽപ്പെട്ട അധ്യാപകർ എത്ര പങ്കാളിത്തമുണ്ട്, നമ്മുടെ സർവകലാശാലകളിൽ പ്രോ വൈസ് ചാൻസലർമാരായി, വൈസ് ചാൻസലർമാരായി, അധ്യാപകരായി, ഭരണകൂടത്തിന്റെ വിവിധ വകുപ്പുകളിൽ സർക്കാർ ഉദ്യോഗസ്ഥരായി അമർന്നിരിക്കുന്നത് അത്രയും ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്? 60% എന്ന് BJP-യെ ന്യായീകരിക്കാൻ BJP-യുടെ ലേബൽ ഇല്ലാതെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നേതാവ് അദ്ദേഹം വന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഭൂരിപക്ഷത്തോളം വരുന്ന ജനത പക്ഷേ ശ്രദ്ധേയമായ ഭരണതന്ത്രത്തിന്റെ ഒരു അളവിലും ആനുപാതികമായ പങ്കാളിത്തമില്ലാതെ പിന്നോക്കാവസ്ഥയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. അവിടെയാണ് അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള മനുഷ്യന്മാരുടെ ജീവിതം മനസ്സിലാക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത്. ബെന്യാമിന്റെ പ്രസിദ്ധമായ ഒരു വാക്പ്രയോഗമുണ്ടല്ലോ, നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കെട്ടുകഥകളാണ്. ഇവിടെ ദിനു പറഞ്ഞതുപോലെ എന്തുകൊണ്ടായിരിക്കാം തൃശ്ശൂർ MP-ക്ക് പറയാൻ തോന്നിയില്ല, UGC-യുടെ ചെയർപേഴ്സൺ ഒരു അധസ്ഥിത സമൂഹത്തിൽ നിന്നാകണം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെയർപേഴ്സൺ ഒരു അധസ്ഥിത സമൂഹത്തിൽ നിന്നാകണം, ഇന്ത്യയുടെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ഒരു അധസ്ഥിത സമുദായ അംഗമായിരിക്കണം, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഒരു അധസ്ഥിത സമുദായ അംഗമായി എന്തുകൊണ്ട് വന്നുകൂടാ? കാരണം ആ ഇടങ്ങളിലൊക്കെ അധസ്ഥിതരല്ലാത്ത മറ്റാളുകളുണ്ട്. അവിടേക്കൊന്നും എത്തപ്പെടാൻ കഴിയാതിരുന്ന 60%-ലധികം വരുന്ന ജനവിഭാഗമാണ് ഇന്ത്യയുടെ അധസ്ഥിത സമൂഹം. അതിനെക്കുറിച്ചാണ് നമ്മൾ അവരുടെ ജീവിതത്തിന്റെ പുറത്തു നിന്ന് വിലയിരുത്തുമ്പോഴാണ് ഇങ്ങനെ പറയാൻ വേണ്ടി കരുതുന്നത്. അത് തെറ്റാണ്. മുൻകാല പ്രാബല്യത്തോടുകൂടെ പിൻവലിച്ച് മനുഷ്യത്വപൂർണ്ണമായ സമീപനം സ്വീകരിക്കണം എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ശരി.